ചെറിയൊരു വീഡിയോ ഉണ്ടെന്ന് എന്താ വെച്ച് കഴിഞ്ഞാലേ വീഡിയോയുടെ ഉള്ളടക്കം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്തിലും കൂടുതൽ കുത്തിവെച്ചിട്ട് അതിൻ്റെ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആണ്. എല്ലാവരും പറയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ഒരു 20% വീണ്ടും കുത്തിവെച്ച് അല്ലെങ്കിൽ ഒരു 15% അത് കുത്തിവെച്ച് 95% ഊരി ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബാറ്ററിക്ക് കൃത്യമായിട്ട് ഒരുപാട് കാലം അത് റീസൈക്കിൾ ചെയ്ത് നിൽക്കും, അതായത് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ ഇന്ന് കാലത്ത് അതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടായി, അതായത് ബാറ്ററിനെ കുറിച്ചിട്ട്, ബാറ്ററി ഇന്നമാതിരി ഉപയോഗിക്കുമ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിനല്ല, നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടറുകളുണ്ട്, ലെഡ് ആസിഡ് ബാറ്ററികളാണ്. ലെഡ് ആസിഡ് ബാറ്ററികൾ അതിൽ സ്വിച്ചിങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാറ്ററി ഫില്ലാവുമ്പോൾ, അതായത് അതിൻ്റെ ബാറ്ററിയുടെ എനർജി ഫുള്ള് ഫില്ലായി മുഴുവനാവുമ്പോൾ അതിലേക്ക് വോൾട്ടേജ് പാസ് ചെയ്യാണ്ടാവുമ്പോൾ ഒരു റിലേ വർക്ക് ചെയ്തിട്ട് അതിനെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണ്. ഒരു ട്രാൻസിസ്റ്ററാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടി തന്നെ നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ BMS ബോർഡ് ഉണ്ട്. BMS എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ മേലെ ഒരു ചെറിയ ഐസിയുമായിട്ടൊരു ബോർഡുണ്ട്. ആ ബോർഡ് എന്തിനാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയിലേക്ക് എത്ര വോൾട്ട് വരുന്നുണ്ട്, അതിലെത്ര ആംബിയർ വരുന്നുണ്ട്, അത് എത്രത്തോളം കൊടുക്കണം, അതൊക്കെയാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൊബൈൽ ഫോണിൽ എന്താ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പവറുള്ള ചാർജർ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ BMS ബോർഡിന് താങ്ങാൻ പറ്റാണ്ടായിട്ട് അത് കംപ്ലൈൻറ്റ് വരുന്ന സ്വാഭാവികം. അതേപോലെ ഇപ്പോൾ നമ്മുടെ പവർ ബാങ്ക് ഉപയോഗിക്കുമ്പോഴൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അതായത് ആ മൊബൈൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ചാർജർ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്ര വാട്ട്സിൽ ഇത്ര ആംബിയറിലുള്ള ചാർജർ അതിന് സപ്പോർട്ട് ചെയ്യുന്ന BMS ബോർഡായിരിക്കും ചിലപ്പോൾ ഇരിക്കുക. 90% അത് സപ്പോർട്ട് ചെയ്യുന്നതാവില്ല, അതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും കുറവ് സപ്പോർട്ട് ചെയ്യുന്നതും കൂടിയിട്ടാണ് ആ BMS ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം കാൽക്കുലേഷൻ ചെയ്യുന്ന ഒരു ബോർഡാണ് ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിലവിലെ കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീടുകളിൽ വെച്ചിട്ടുള്ള ഇൻവെർട്ടർ 5 വർഷം വരെ ബാറ്ററി വെള്ളം മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വരുന്നുണ്ട്. അത് കാലത്തൊട്ട് വൈകുന്നേരം 24 hours ആയിരിക്കും ബാറ്ററി ചാർജ് കയറുന്നുണ്ട്. നിങ്ങളുടെ കണക്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരുടെ കണക്കിൽ കയറുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരിക്കൽ പോലും ആ ബാറ്ററി 5 വർഷത്തിലും കുറവ് നിൽക്കണം. അതുപോലെ തന്നെ ഇപ്പം ലിഥിയം ബാറ്ററികൾ ഇൻവെർട്ടറുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ ഇൻവെർട്ടറുകളൊക്കെ രാത്രിയും പകലും അത് ചാർജാണ് ശരിക്കും പറഞ്ഞത്. ശരിക്കും കണക്കിൽ ഇതേ സെയിം പ്രോസസ്സാണ് അതിൽ നടക്കുന്നത്. അതിൽ ഒന്നും സംഭവിക്കില്ല. 5 വർഷം ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോൺ 2 വർഷം ആകുമ്പോഴേക്കും ബാക്കപ്പ് പ്രശ്നം വരുന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററിയുടെ വലിപ്പക്കുറവും അതിൻ്റെ BMSൻ്റെ പ്രശ്നങ്ങളും കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് കുത്തിയിട്ടുകൊണ്ടല്ല, കുത്തിയിടും ചാർജ് അതിൽ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിലൊരു ചെറിയൊരു ഇത് വർക്ക് ചെയ്ത് സൈക്ലിങ്ങിൻ്റെ ഓപ്ഷൻ വർക്കിങ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം, അതായത് ചാർജ് അതിൻ്റെ ഉള്ളിലേക്ക് കയറൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ ആ ചാർജർ വർക്ക് ചെയ്യില്ല. അതായത് സൈലൻ്റ് ആയിട്ട് കിടക്കുക ചെയ്യുക. നമ്മൾ ആ ചാർജ് കയറുന്ന സമയത്ത് മാത്രമാണ് ചാർജറിലോ ഫോണിലും ഒരു ചെറിയ ചൂടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി കുത്തി വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ചാർജറിന്മേൽ നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു യാതൊരു വക ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതില്ലാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് നിറഞ്ഞു എന്ന് ആ BMS ബോർഡ് മനസ്സിലാക്കിയിട്ട് അതിലേക്കുള്ള ചാർജിൻ്റെ ആ ഒരു പരിപാടിനെ നിർത്തി വെച്ചേക്കാണ്. അതായത് ചാർജിങ് അതിലേക്ക് പോണത് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അത് ഇൻവെർട്ടറിലും അല്ലെങ്കിൽ ഇൻവെർട്ടർ പോലത്തെ UPSകളിലും എല്ലാത്തിലും ഇതേ പ്രോസസ്സാണ്. UPS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു സംവിധാനം ആയതുകൊണ്ട് UPSൻ്റെ ബാറ്ററി പെട്ടെന്ന് പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടറും UPSും വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്കിംഗ് ആണ്. UPS എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ UPS വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിൽ മാത്രമാണ്. അതായത് നമ്മൾ കറണ്ടിൽ കണക്ട് ചെയ്ത് UPS ഉപയോഗിക്കുമ്പോൾ അത് ബാറ്ററിയിൽ നിന്നുള്ള എനർജി എടുത്തിട്ടാണ് അതിൻ്റെ ബോഡി കോടെയാണ് അത് വർക്ക് ചെയ്യുക. ഇൻവെർട്ടർ നേരെ ഓപ്പോസിറ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ കറണ്ട് ഉണ്ടെങ്കിൽ കറണ്ടിൽ നിന്ന് ആണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുക. കറണ്ട് പോണ സമയത്ത് ഒരു സ്വിച്ചിങ് നടന്നതിന് ശേഷം മാത്രമാണ് അത് ഇൻവെർട്ടർ, അതായത് ബാറ്ററിയിലേക്ക് കണക്ട് ആവുള്ളൂ. UPS നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തൊട്ട് ബാറ്ററിയിൽ നിന്നാണ് അതിൻ്റെ എനർജി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് UPS ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കൂടുതലുണ്ട്. കാരണം വെച്ചാൽ എപ്പോഴും അതിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, 24 hours അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ബാറ്ററി അധികം നിൽക്കാതെ. എടുക്കണ സമയത്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഉപയോഗം 95% മേലെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ബാറ്ററിയുടെ അവസ്ഥ ഭയങ്കരമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ബാറ്ററിക്ക് ലെഡ് ആസിഡ് ബാറ്ററികളാണ് ചെറിയ നമ്മുടെ കമ്പ്യൂട്ടർ UPSകളിലൊക്കെ ഉണ്ടാവുക.
ആ UPS എൻ്റെ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു 500 അല്ലെങ്കിൽ 400 സൈക്കിൾ കഴിയുമ്പോൾ ഇത് പിന്നെ വർക്ക് ചെയ്യാണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് പ്രശ്നം ഉണ്ടാവും. കാരണം അത് ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ UPS ഉപയോഗിക്കുമ്പോൾ 3 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈക്ലിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4-5 വട്ടം സൈക്ലിങ് നടക്കണ്ടായിരിക്കും. കാരണം അതിൻ്റെ അത് നമ്മൾ എടുത്തിട്ട് രണ്ടാമത് അതിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ കമ്പ്യൂട്ടറിന് UPS ഉപയോഗിക്കുമ്പോൾ 5 വട്ടം സൈക്ലിങ് നടക്കുന്നത്. നമ്മളൊരു വർഷത്തെ കണക്കെടുക്കാൻ പറ്റില്ല. 5 വട്ടം നടക്കുന്ന പറഞ്ഞാൽ അപ്പോൾ ഒരു വർഷമാകുമ്പോൾ നമുക്ക് ആലോചിക്കുമല്ലോ അത്രയധികം ടൈം അത് സൈക്ലിങ് നടന്നുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററിയുടെ കേസിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയാണ്. എനിക്കറിയാവുന്ന ചില സ്ഥലങ്ങളിൽ 5-6 വർഷമായിട്ടുള്ള ഇൻവെർട്ടർ ലെഡ് ആസിഡ് ബാറ്ററികൾ ഉണ്ട്. അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇത് സൈക്ലിങ്ങിൻ്റെ ഇത് കുറവുണ്ട്. അതായത് സാധാരണ ചാർജ് കുറവുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അതിനില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം ചെറിയൊരു 16,000 രൂപ അല്ലെങ്കിൽ 17,000 രൂപ തന്നെ ഒരു കിലോ വാട്ട് ഇൻവെർട്ടറിന് പോലും ഉണ്ട്. പിന്നെയാണ് നമ്മുടെ 1 ലക്ഷവും 1.5 ലക്ഷവും 75 ഒക്കെയുള്ള അത്ര അത്യാധുനിക ടെക്നോളജി സോഫ്റ്റ്വെയർ സപ്പോർട്ട് പോലും ഉള്ള ഫോണുകളുടെ ബാറ്ററിയെ കുറിച്ചിട്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം അതിൽ കാര്യങ്ങൾ ശരിയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പിന്നെ ഫോണിൻ്റെ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UPS ഉപയോഗിക്കണ വരെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സൈക്ലിങ് ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാണ്ടാണ്. കാരണം യൂസിങ് അനുസരിച്ചാണ് ബാറ്ററി. പിന്നെ പവർ ബാങ്ക് ഒക്കെ ഉപയോഗിച്ച് ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിന് പവർ ബാങ്ക് ഉപയോഗിക്കുന്ന ഇതുകൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ കാലം നിൽക്കാനായിട്ട്. അതിൽ ബാറ്ററി ചാർജ് പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ബാറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് രണ്ട് ഡിവൈസാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ശരിക്കും അത് ചാർജ് ചെയ്യണത് നമ്മുടെ ചാർജറിൽ AC ചാർജറിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ DC ആക്കുമ്പോൾ DC ആയിട്ട് പിന്നെ അത് AC ആയിട്ട് വരുമ്പോൾ ഉള്ള ഒരു വ്യത്യാസങ്ങളിലാണ് പവർ ബാങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പവർ ബാങ്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും തോന്നുന്നു. അവരുടെ ഫോണുകൾ പിന്നെ നല്ല പവർ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എന്നാലും പവർ ബാങ്ക് ഉപയോഗിക്കുമ്പോൾ കുറേ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഇത്രയും പറയുന്നു. ഓക്കെ, ഞാനിത് ഇന്ന് കാലത്ത് ഒരു ചർച്ചാ വിഷയം ഉണ്ടായപ്പോൾ പറഞ്ഞെന്നുള്ളൂ. വണ്ടീനെ കുറിച്ചിട്ട് ആളെ വണ്ടി അങ്ങനെ കുത്തിവെക്കുമ്പോൾ ഇന്ന് നേരം വെളുത്തിട്ടാണ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ.